ഞാൻ ഒരു +1 പകുതി വരെ, എന്റെ +2 കൊറോണ കാരണം ഞാൻ ക്ലാസ്സിൽ പോകേണ്ട വന്നില്ല. ബട്ട് +1 പകുതി വരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഈ ഇത് നടന്നു വന്നത്. അപ്പം ആ സമയത്ത് ഈ ഒരു വഴി പണിതിട്ടില്ല, മനസ്സിലായി. ഇത് മലയാടമ്പാറ വരെയും പൊളിഞ്ഞാടുന്നു. അപ്പം ചില ദിവസങ്ങളിൽ മലയാടമ്പാറ വരെ നടന്നു തന്നെ പോകേണ്ടി വരും. കൂടുതൽ ഞാൻ സ്കൂളിൽ അറിയപ്പെട്ടിരുന്ന മാവേലി എന്നൊക്കെയാണ്. പയ്യെ താമസിച്ചേ എത്തത്തുള്ളൂ, അല്ലെ പകുതി ദിവസം വരത്ത് പോലില്ല. കാരണം ഇങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ എത്തുന്നതിന്റെ. ഇന്ന് നമുക്ക് ഏതാ വഴി ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ. പിന്നെ നമ്മളൊരു ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാൻഡിങ് അല്ല, ആക്ച്വലി ഞങ്ങളുടെ ഒരു പ്ലാന്റേഷൻ്റെ ജേർണിയാണ്. ഞാൻ ഒരു ACC ആസ്പിരൻ്റ് ആണ്. ഇപ്പം ഒരു പാർഷ്യലി കംപ്ലീറ്റ് ആകാറായ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് സെക്ഷൻ സെപ്റ്റംബർ സെക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത് അതിന് കിട്ടിയായിരുന്നു. PM ആയിരുന്നു. PM കിട്ടിയതിന് ശേഷം ഞാൻ 3 മാസം ഗ്യാപ്പ് എടുത്തായിരുന്നു കേട്ടോ. ഈ ഡിസംബർ വരെ എന്തായാലും അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ചു. പിന്നെയുള്ള സ്റ്റോറി ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഗൈസ്. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കുറച്ച് ആഗ്രഹങ്ങളുള്ളൂ. അച്ഛനും അമ്മയും റിട്ടയർമെൻ്റ് ആയി ചെയ്ത് വീട്ടിൽ ഇരുത്തണം, ചെയ്യേണ്ട കല്യാണം നടത്തണം, വീട് പണിയണം, വണ്ടി എടുക്കണം. വണ്ടിയൊന്നുമില്ല കേട്ടോ, വണ്ടിയൊക്കെ എടുക്കണം. എൻ്റെ പ്ലാന്റേഷൻ ഒന്ന് പക്കയാക്കണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ. ഇപ്പം ഞാൻ ആഗ്രഹങ്ങളുടെ പുറകെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ആഗ്രഹങ്ങളും കൂടെ ചേർത്ത് പോകാമെന്ന്. അപ്പം അച്ഛനും അമ്മയും റിട്ടയർമെൻറ്റ് ആക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞു. അവർ സ്റ്റില്ല് ഇപ്പോഴും ഈ മല കയറിക്കൊണ്ടായിരിക്കുന്നത്. അവർ എന്നും ഇവിടെ വരും, പണിയും പോകും. നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ പണിക്കാരൊന്നും കണ്ടില്ല, നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞത്. അപ്പം അവസാനം അവർക്കും വയ്യാതായി. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഓടാൻ, അങ്ങനെ പറമ്പിൽ കുറേ പണികൾ പെൻഡിങ് ആയി. ആകെ കവാത്തൊന്നും എടുക്കാതെ കാട് പിടിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി മൊത്തം പണി തീർക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഡിസംബർ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് വെച്ച്. അങ്ങനെയാണ് ഇവിടുത്തെ പണി തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പം കറക്റ്റ് നവംബർ 13 ആയി. നാളെ ഡിസംബർ 1 ആണ്. അപ്പം ഇതുവരെ ഞങ്ങൾ കൊപ്പടി മൊത്തം പറമ്പിൽ തീർത്ത്, കവാത്തും മൊത്തം തീർത്ത്, മണ്ണിടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ പ്ലാന്റേഷനിലെ ആഗ്രഹങ്ങളും കാര്യങ്ങളുമാണ് ഈ വീഡിയോയുടെ ഒരു കണ്ടന്റ്. ഒരു മീൻ എങ്ങനെ 4-5 കിലോയ്ക്ക് ഉറപ്പാ. അവിടെ അമ്മാരൊരു മീനാ. അയ്യോ, അവിടെ കാണുള്ളൂ. ആ സൈഡിൽ വന്ന് എപ്പോഴും നിൽക്കുന്നതാണ്. അത് നമ്മൾ പോയി നിൽക്കുമ്പോൾ തന്നെ ആ സൈഡിൽ കാണാം. നല്ല രസമാണ് കാണാൻ. പിന്നെ വെളുപ്പിനെ സ്കൂളിലേക്ക് പോകുന്ന സെറ്റപ്പ് ഇതില് ഭയങ്കര സെറ്റപ്പാട്ടാ. രാവിലെ മൊത്തം മഞ്ഞിറങ്ങി ഏലത്തിന്റെ ഇടയ്ക്കൂടെ അല്ലേ പോലെ. പിന്നെ എപ്പോഴും ആ സെറ്റപ്പ് ഇല്ല, ചില സമയത്ത് നമുക്ക് നിർത്തും. കാരണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് സ്കൂളിലേക്കുള്ള യാത്രയാണ്. എന്നാലും സെറ്റപ്പാണ്. ഞാൻ പിന്നെ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, മേളിൽ പോയി അപ്പൻ്റെ പറ്റിയും പറഞ്ഞ് കപ്പ വറുത്തത് ഓരോരോ ബൈക്കിൽ സാധനം മേടിക്കും. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന അരുണ്, ഇത് അക്ഷയ്, എൻ്റെ പേര് ഷോൺ പറഞ്ഞായിരുന്നു. വീഡിയോ എടുക്കുന്നത് നമ്മുടെ ജെറോമ്, നമ്മുടെ മെയിൻ പാർട്ണറാണ്. മൊത്തം പാർബോയ്സാ. അതിൽ അരുൺ ആദ്യമായിട്ടോ കേട്ടോ ഈ വഴിക്ക് വരുന്നത്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അരുൺ അപ്പോൾ ഇന്ന് ഈ വഴിക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അക്ഷയ്, നിനക്ക് എന്റെ സ്റ്റോറീസ് മൊത്തം അറിയാലോ, നിനക്ക് ഇതിനകത്ത് പറയാനുള്ളത് പറ. അപ്പം ഞാനും തമ്മിലുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ പണ്ട് UP സ്കൂൾ തൊട്ട് ഞങ്ങള് എന്നാ പറയണേ, നല്ല രീതിക്ക് ചങ്കാണ് ഉറപ്പായിട്ട്. ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ ഓട്ട മത്സരത്തിൽ കോമ്പറ്റീഷനിലാണ് കേട്ടോ. ശരി, ഞങ്ങൾ ഫുള്ള് കോമ്പറ്റീഷൻ വൈബിലാട്ടോടാ ഞങ്ങളെ കമ്പനി തന്നെ തുടങ്ങുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ഇവന്റെ ഓപ്പോണന്റ് ആയിട്ട് ഓടി തോപ്പിച്ചു. അത് ശരിയാ. പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ 4ാം ക്ലാസ്സിൽ അതുവരെ അവിടെ അത്യാവശ്യം നന്നായിട്ട് ഓടി നിന്നോണ്ടിരുന്നത് ഞാൻ. UP-യിലേക്ക് വന്നപ്പോൾ എനിക്കൊരു മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അക്ഷയ വന്നത്. അക്ഷയ് ഭയങ്കര ഓട്ടം, അവനെ തോപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ഞങ്ങൾ അങ്ങനെ കേട്ടോ കമ്പനി ആകുന്നതല്ലേ, വാശിയിലാണ് തുടങ്ങുന്നത്. അല്ലടാ, എന്തെല്ലാം കാണിച്ചിരിക്കുന്നു നമ്മൾ. എന്നാ പറയണേ, ഇടുക്കിയില് ഇനി നമ്മൾ കാണിക്കാൻ വേറെ പരിപാടിയൊന്നും മിക്സ് ചെയ്താൽ പറ്റില്ലേ. അതെ, കയറാതെ പോകുന്നില്ല. എല്ലായിടത്തും ഭയങ്കര. പണ്ടാണേലും ഇറക്കം തുടങ്ങിയ സമയത്താണേലും രണ്ടുപേർക്കും വണ്ടിയോ വെള്ളമൊന്നുമില്ല, കിലോമീറ്ററുകൾ നടന്ന്. ഞങ്ങളുടെ രണ്ടുപേരുടെ വീട് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെ തൊട്ട് താഴെ 40 ഏക്കർ വരുന്നത്, അതിന്റെ അപ്പുറമായിട്ട് മാവടി വരുന്നത്. മാവടിലാണ് ഇവന്റെ വീട്. അവിടെ ഒരു എങ്ങനെ ഒരു 3-4 കിലോമീറ്റർ ആണ് കൊണ്ടാ. ഇതിലിറങ്ങി നടന്നു വരുമ്പോ ഇതിലെ ഷോട്ടൊക്കെ ചാടി ഞാൻ നടന്ന് ഇവന്റെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ നമ്മൾ കുറച്ചും പറഞ്ഞ കുളം. ഇതിന്റെ ഒരു വീഡിയോ എടുത്തേക്കാം. ഇവിടെ ഒരു കിടിലൻ ഇടുക്കിയുടെ ആംബിയൻസ് അറിയാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്.
കറക്റ്റ് ഏലക്കാടിന് നടുക്കുള്ള ഒരു കിടിലൻ മീൻ. മീനുണ്ടോടാ? മീൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഇവിടെ മീൻ ഇങ്ങനെ വന്ന് കിടക്കുമായിരുന്നു. ഇവിടെ മീനിട്ടില്ല. അവിടെ ഇവിടെ ഇഷ്ടംപോലെ വലിയ മീൻ വന്ന് കിടക്കുമായിരുന്നു. പിടിക്കാൻ പറ്റും. പിടിക്കാൻ നമുക്ക് പിടിക്കാമായിരുന്നു. ഏലക്കാടിന് നടുക്കുള്ള അതിമനോഹരമായ പച്ചപ്പായൽ വിരിച്ച കിടിലൻ കുളം. ഏത് നമ്മുടെ ലാലേട്ടനൊക്കെ മറ്റേ പെഗ് വെച്ചിട്ട് ഫില്ലൊക്കെ എന്നിട്ട് പായൽ കലങ്ങി വെള്ളമെടുത്തില്ല, അതിനെ വില്ലുന്ന കുളം. എല്ലാത്തിനെയും കളഞ്ഞു സംസാരിച്ച് ഭയങ്കര ലാഗാകുന്ന പോലെ തോന്നി. അപ്പം നമുക്ക് പെട്ടെന്ന് നടന്ന് പറമ്പിലേക്ക് എത്താം. എന്നിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. കുറച്ച് നടക്കാനുണ്ടെന്നൊക്കെ. അത് സത്യം. 6-7 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ. 6-7 ഇല്ല, എന്നാലും ഒരു 1 കിലോമീറ്റർ മേലെ ഉറപ്പായിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. എന്തായാലും മാക്സിമം ഞാൻ സ്ഥിരം നടക്കുന്ന എൻ്റെ ഒരു സ്പീഡ് വെച്ച് എങ്ങനെ പോലും 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ കയറുന്നെങ്കിൽ എങ്ങനെ പോലും 1/2 മണിക്കൂർ ഉറപ്പായിട്ട് എടുക്കും. കാരണം കയറ്റം ഇറങ്ങി ഇങ്ങനെയല്ലേ പോകുന്നത്. എടാ സത്യടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എല്ലാ ക്ലാസ്സിലും എനിക്ക് സ്പെഷ്യലി അപ്പോയിന്റഡ് ഒരാൾ കാണും എൻ്റെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി. എൻ്റെ അറ്റൻഡൻസ് ഒരിക്കലും ഞാൻ എടുത്തിട്ടില്ല. അതെ അതെ അതെ. അങ്ങനെ അത് കഴിഞ്ഞ് എടാ അവിടെ ഉടുമ്പൻചോല വീടെടുത്ത് അവിടെ വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ദേ ആ വർഷം കൊറോണ വന്നിട്ട് സ്കൂളും പൂട്ടി. എങ്ങനെ ഇരിക്കണം? ഇത് അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല കേട്ടോ. എൻ്റെ ഈ വീട് അങ്ങനെ ഇതാണ് ഇവിടെ ഈ കഥയൊന്നും ആർക്കും അറിയത്തില്ല. അവിടെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് അറിയാവുന്ന കുറച്ച് നമ്മളെ ഇതേപോലെ ചങ്ക് കൂട്ടുകാരൊക്കെ ഉള്ളൂ. ഇതൊരു ഒഴുക്കാട്ടോ. ഇവിടെ കാണിച്ചത് ഈ 2018 പ്രളയത്തിനാന്ന് കേട്ടോ. ഇവിടെ മൊത്തം വെള്ളം കയറിയായിരുന്നു. നമുക്ക് ഇതിൽ നടക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഫുള്ള് വെള്ളം, ഇവിടം വരെ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ അതൊക്കെ ഒരു ടൈം. ഞാൻ എല്ലാ ദിവസവും ഈ ഏലക്കണ്ണിൻ്റെ ഇടയ്ക്കൂടെ നടന്ന കേട്ടോ പോകുന്നത്. ഏലം കണ്ട് തന്നെയായിരുന്നു പോകുന്നത്. ഇനി നമുക്ക് കാർഡോ പാത്രത്തിനെ കുറിച്ച് പറയാം. കാർഡോ പാത്രം ആദ്യം പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. കാർഡോപാത്രം എന്ന പേര് ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ കുറേ പേര്, ഞാനും അക്ഷയും കൂടെയാ പേര് നമ്മൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഹെവൻ ഹെർബ് അങ്ങനെ കുറേ പേര് നമ്മൾ മേടിച്ചു. എന്നിട്ടൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. കാരണം നമ്മുടെ പേര് കേൾക്കുമ്പോൾ നമുക്കവിടെ നമ്മുടെ സ്റ്റോറി എറിച്ച് കാണണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കാർഡോപാത്രത്തിലേക്ക് എത്തുമ്പം നമ്മൾ എത്താനുള്ള കാരണം മെയിൻ നമ്മുടെ പ്ലാന്റേഷൻ്റെ പേരാണ്. എൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് പാത്രപ്പാങ്കൽ എന്നാണ്. അപ്പം എല്ലാവരും അതിനെ പാത്രം എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു കുറേ പേര്. ഓൾമോസ്റ്റ് കുറച്ച് പേരെങ്കിലും എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാർഡമമിൻ്റെ കാർഡോയും പാത്രത്തിൻ്റെ പാത്രവും അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ കാർഡോ പാത്രം എന്നൊരു പേര്. ഇവിടെ ഇവിടുത്തെ ചെടിയൊക്കെ എന്നാ പോലെ. അതെ 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 നോക്കി കിട്ടില്ല ശരല്ലേ? കിട്ടിയ ശരം. ഏയ് മണ്ടാലോട്ട് ഇതിലെ സ്ഥലം നമ്മളന്ന് എടുത്തല്ലേ. ഇടിച്ച് കൊല്ലടാ പേരെ. ഇത് യൂട്യൂബ് ചെല്ലുമ്പോ വൈകിട്ട് വീട്ടിൽ പോലീസ് വരും. അയ്യോ പണ്ട് 5 മിനിറ്റ് കൂടുതൽ ഞാൻ പെട്ടെന്ന് എത്തുമായിരുന്നു ഈ വഴി. വേറെ സ്കൂള് വിട്ട് വന്ന് ഇറങ്ങിയ ഒറ്റ ജെറ്റ കറക്റ്റ് വീട്ടിൽ ഓടി എത്തുമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മുടെ പറമ്പിലേക്ക് മൊത്തം 3 വഴി കേട്ടോ. 3 കാരത്തോട് വഴി കയറി വരാം. ഇതിലെ നടപ്പ് വഴി കൂടുതലും നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ നടപ്പ് വഴിയാണ്. അല്ലാതെ പിന്നെ വണ്ടി വരുന്ന വഴിയുണ്ട്. അതായത് കാരത്തോട് വഴി ഒരു ഓഫ് റോഡ് വഴിയും പാറത്തോട് ടച്ച് ചെയ്യുന്ന ഒരു ഓഫ് റോഡ് വഴിയും പിന്നെ പാറത്തോട് വഴി തന്നെ താഴെ വഴി വരുന്ന ഒരു ചെറിയ റോഡെന്ന് പറയാം, അത് ഓഫ് റോഡ് തന്നെ. അങ്ങനെ വേണം. പിന്നെ മാവടിയിൽ നിന്ന് കയറി വരാം. അപ്പം 4ൻ്റെ ഒരു സെൻറ്ററിലായിട്ടാണ് നമ്മുടെ വരുന്നത്. പക്ഷെ നമ്മുടെ പറമ്പിലേക്ക് വഴി എത്തത്തില്ല. അപ്പം മെയിൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പറമ്പി വഴി എത്തിച്ച് അവിടെ വണ്ടി ഒന്ന് എത്തിക്കണമെന്നുള്ളതാണ്. അതൊരു മെയിൻ ആഗ്രഹമാണ് കേട്ടോ. പിന്നെ ഒരുപാടുണ്ട്, അത് ഞാൻ പ്ലാന്റേഷനിൽ എത്തിയിട്ട് പറയുന്നതായിരിക്കും.
കിതയ്ക്കാൻ തുടങ്ങിയതാ. ഇനി നീ പറഞ്ഞു ഇത്രയും നടന്നത് വെച്ച് എങ്ങനെയുണ്ട് വഴി? എന്തേലും ഉണ്ട്? ശരിയാ, പകുതി ആയതേ ഉള്ളൂ. നമുക്ക് അരുൺ ബ്രോയുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ചോദിക്കാം. അതെ, ഏലക്കാട്ടിക്കുള്ള അരിന്റെ ഉപ്പാടൊക്കെ അരുണ്ട് ചിരിക്കാനാണ്, അവന് പറയാൻ വാക്കുകളില്ലെന്നുള്ളതാണ് അവന്റെ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം. അത് നമുക്ക് 3 സെക്കൻഡ് സ്റ്റാർട്ടിങ് കൊടുക്കട്ടോളാ. വിഷയം ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലടാ നടക്കുന്നു. എടാ ഇതൊന്നും ആയിട്ടില്ല, സത്യം പറയല്ലോ, ഒന്നും ആയിട്ടില്ല. ഇനിയും ഉണ്ട്. ഈ ഒരു കയറ്റം കയറി അത് കഴിഞ്ഞ് ഒരു ഇറക്കം മനസ്സിലാവും. അവിടെയാണ് ഒരു പറമ്പ്. ആ വീട് പണിയുന്ന ഒരു വൺ സ്റ്റോറി കേട്ടോ. അത് ഞാൻ ജനിക്കുന്ന സമയത്ത് അവിടെ ഒരു വീടില്ല. അത് കഴിഞ്ഞ് പണിതെന്ന് പറയുന്നത് ഒരു ഓടിട്ട മൺകട്ട വെച്ച് കെട്ടിയ ഒരു വീടായിരുന്നു കേട്ടോ. ഈ ചാണകമൊക്കെ വെച്ച് മെയ്ത് വീടായിരുന്നു. അത് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു ഇരിക്കാൻ. വീട് ചെറുതാണേലും ഞങ്ങൾ 5 പേരും ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ പശുക്കളും പ്രോപ്പർ ഇടുക്കി വൈബുള്ളൊരു വീടായിരുന്നു. അവിടുന്ന് പിന്നെ വീട് ഞങ്ങൾ വെക്കുമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ജോർജ് ചേട്ടൻ ആ കാര്യം കൊള്ളായിരുന്നു. ജോർജ് ചേട്ടനും എൻ്റെ ചേട്ടനും കൂടെ 2 പേരും കൂടെ ചേർന്ന് ആ വീട് വെച്ച്. ഞാൻ ആ സമയത്ത് വലിയ പ്രായമൊന്നുമില്ല, ചെറിയ കൊച്ചാണ്. പക്ഷെ എനിക്കപ്പോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ മേളത്തെ റോട്ടിൽ നിന്ന് സിമെൻറ്റ്, മിറ്റല്, മണൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിച്ച് താഴേക്ക് എത്തിക്കുക. അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് ചേട്ടൻ ചുമന്ന് താഴെ എത്തിക്കും. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പണിത് കയറ്റിയത്. അത് ഒരുപാട് കഷ്ടപ്പെട്ടു ആ വീട് വെക്കാൻ വേണ്ടി കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ആദുർവാനയ്ക്ക് കയറി താമസം ആദുർവാനയും ഒന്നിച്ചായിരുന്നു വെച്ചിരുന്നത്. അത് 2013 ഞങ്ങൾ ആ വീട് വെക്കുന്നത്. ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് മാറി ഇവിടെ താമസിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ അതിന് മുമ്പ് അവിടെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ വീട് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ആ വീട് വെക്കുന്ന പറഞ്ഞാൽ ഒരു ഭയങ്കര സ്റ്റോറിയാണ്. അത് ഈ പറയുന്നതല്ല, അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുക. ഞങ്ങളൊരു ഫാമിലീസ് ഉണ്ട്, കുറേ ഫാമിലീസ് താഴേക്ക് ഉണ്ടായിരുന്നു. മീൻസ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു ജീവിക്കാൻ. ഞങ്ങളൊരു അങ്ങനെ എന്നാ പറയുന്നത്, അകത്താണെന്ന് പറയുന്നത് നമുക്കൊരു വിഷമം തോന്നിയിട്ടില്ല. എല്ലാം സെറ്റപ്പ് ആയിരുന്നു അവിടെ ജീവിക്കുന്ന കാലം. ഇവിടെ കാറ്റത്ത് മരം കുറച്ച് ഒടിഞ്ഞ് വീണ് കുറച്ച് ചെടി പോയിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. ഇവിടെ ഇത് കുറച്ചുണ്ടല്ലോടാ. കണ്ടു, ഒരു മരം മൊത്തം വീണ്. ഒരു ഏല കർഷകനെ സംബന്ധിച്ച് ഓരോ ചെടിയും പൊന്നു പോലെ നോക്കി വളർത്തിക്കണമെന്നിട്ടേ സ്വന്തം പിള്ളേരെ പോലെ നോക്കുന്ന ഒരു കർഷകനെ സഹിക്കാൻ പറ്റുന്നതാണത്. ഒരു 6 കോടി ചെടിയിലും പോയിക്കണം. 6 അല്ലടാ, അത് മേളിൽ പോയിട്ടുണ്ടോ, മേളിൽ തൊട്ട് വീണിട്ടുണ്ടോ മനസ്സിലായി. അവിടെ തൊട്ട് വീണ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. എടാ ഇതിലെ കുറെ പന്നി ശല്യവും കുരങ്ങ്, പന്നി, ആനയൊന്നുമില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷേ കുരങ്ങ്, പന്നി അങ്ങനത്തെ കുറെ ശല്യങ്ങളുണ്ട്. മച്ചാനെ വർഷങ്ങളോളം ഞാൻ സ്കൂളിൽ പോകാൻ നടന്നുകൊണ്ടിരുന്ന ഇതാ. ഒരു പ്രാവശ്യം നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാവോ? ഒരിക്കലും പാടില്ല. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് കൂട്ടി, ഞാൻ ഇന്നലെ കണക്ക് കൂട്ടി നോക്കടാ. LKG UKG +1 വരെ 13 വർഷം സ്കൂളിൽ പോയത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും 2 തവണ, ഒന്ന് ഇറങ്ങുന്നു ഒന്ന് കയറുന്നു. അങ്ങനെ 2 തവണ നടന്നത് മൊത്തം കൂടെ കണക്ക് കൂട്ടിയുണ്ടല്ലോ, അത് തന്നെ 10,000-ത്തിന് മേളിൽ പോകൂടാ ഇതിന് നടന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ജീവിതത്തിൽ മൊത്തം ഞാൻ ഇതിന് നടന്നിട്ടുള്ള കണക്കെടുത്ത കുറച്ചധികം കാണും, മനസ്സിലായോ? അയ്യോ ഇത് കൊള്ളാം കേട്ടോ, ഈ 2 ചെമ്പരത്തിയുടെ ഇടയ്ക്കൂടെ നടന്നു പോകുന്നത്. ഞാനും അക്ഷയും കൊപ്പടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അതിലെ കാര്യത്തോട് വഴി വണ്ടി ഇറക്കിക്കൊണ്ട് വന്ന റോഡിലേക്കാണ് നമ്മൾ വരാറ്. യെസ്, അത് ജീപ്പ് റോഡിലേക്ക് നമ്മളെത്തി. ഓഫ് റോഡ് റോഡ്. ഇതിലാണ് നമ്മളിപ്പം പറമ്പിലേക്ക് വരുമ്പോൾ ബൈക്കൊക്കെ ആയിട്ട് വരുന്നത്. ഗൈസ് ഇങ്ങോട്ടാണ് നടക്കേണ്ടത് ഗൈസ്. ഇവിടെ പിന്നെ ഈ പറമ്പിൽ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് അറിയോ? അല്ല, സൈലൻസ്.
ബ്രോ ഇടുക്കിയിലുള്ള ഏറ്റവും പീക്കസ്റ്റ് സൈലൻസ് ഇവിടെ നിന്ന് കിട്ടും. ഞാനുണ്ടല്ലോ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കത് കിട്ടും. ലൈക്ക് എൻ്റെ പറമ്പിന് അതിനായാലും കാല് കുത്തുമ്പോൾ എനിക്കത് കറക്റ്റ് മനസ്സിലാകാൻ പറ്റുമായിരുന്നു. മനസ്സിലാവും. ഒരാൾ കാല് കുത്തുന്ന സമയത്ത് കാല് കുത്തുന്ന സമയത്ത് എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ അത് മനസ്സിലാവും ആരോ വന്നിട്ടുണ്ടെന്ന്. അതേപോലെ സൈലൻസ് മനസ്സിലാവും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് മനസ്സിലാവുമായിരുന്നു. ഇതിലേ കേട്ടോ ഈ ജീവനോടില്ലേ ഇതിലേ താഴേക്ക് പോവുക. ഈശ്വരാ സത്യം എന്തേരെ നമ്മള് സെപ്റ്റംബർ മാസം തുടങ്ങി നമ്മൾ കൊപ്പടി തുടങ്ങി. ആദ്യം ഞങ്ങള് വെളിയിൽ നിന്ന് ആരും ഒന്നും എടുത്തില്ല. ഞാനും അക്ഷയും കൂടെ കൊപ്പടിക്കാൻ തുടങ്ങി. മേളിൽ തൊട്ട് താഴെ വരെ തുടങ്ങി. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ചിമ്പൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കൊരു ആക്സിഡൻ്റ് ആയി കാല്. അതിപ്പം ഗൈസ് ഇത് ഒരു ആക്സിഡൻറ്റ് പറ്റി കുറച്ച് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ശരിയായി. പക്ഷെ അത് കാരണം ഒക്ടോബർ 8 തൊട്ടല്ലടാ, ഒക്ടോബർ 8 തൊട്ട് ഒരു 22 വരെ റെസ്റ്റായി പോയി. അങ്ങനെ അത്രയും ദിവസങ്ങൾ ഞങ്ങൾക്ക് വേസ്റ്റായി. അങ്ങനെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ കൊപ്പടിയും അത്രയും പെൻഡിങ് ആയപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള തന്നെ പിള്ളേരും എല്ലാവരെയും സെറ്റ് ചെയ്ത് ഒരു 5 പേരെ വെച്ച് ദിവസം വെച്ച് പടപടാന്ന് നമ്മൾ കൊപ്പടി തീർത്തു. അക്ഷയ ഉണ്ടായിരുന്നു. അതെ അതെ, ഇവിടുന്ന് കിട്ടിലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. മനസ്സിലായി. അതെൻ്റെ പാപ്പൻ്റെ വീടായിരുന്നടാ. അതല്ലേ? അതെൻ്റെ പാപ്പൻ്റെ വീടായിരുന്നു. അത് വിറ്റിട്ട് പോയി കേട്ടോ അവര്. അങ്ങനെ കൊപ്പടി തീർത്തു. അതിൻ്റെ കൂടെ കവാത്ത് ഈ അടുത്ത് തന്നെ അത് പണിക്കാർ വെച്ചിട്ടായിരുന്നു. കവാത്ത് നമ്മൾ ഈ കൊപ്പടിയും മണ്ണിലും ഫോക്കസ് ചെയ്ത സമയത്ത് കവാത്ത് നീങ്ങില്ലായിരുന്നു. അമ്മയും സ്ഥലത്തില്ലായിരുന്നു. അത് കാരണം കവാത്തിൻ്റെ സൈഡ് നമുക്ക് നോക്കാൻ പറ്റില്ല. ശരിക്കും കാട് പിടിച്ചായിരുന്നു. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ തന്നെ ഉണ്ടാകും. നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ കവാത്തം തീർന്നു. ഇപ്പം മണ്ണിടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടനുമാണ് മണ്ണിടിയിൽ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ പറമ്പ് വരുന്നത്. അവിടെ ഒരു വീട്, അത് പാപ്പൻ്റെ വീടായിരുന്നു കേട്ടോ. ഇത്ര ഭാഗമാണ് നമ്മുടെ പറമ്പ്. ഇടുക്കി എന്ന മിടുക്കി. ശരിക്കും ഇതല്ല പറമ്പിലെ 4 വാർഡ് വ്യൂ ആണ്. അതെ അതെ അതെ. നമുക്കവിടെ ഒരു ഏറുമാടം സെറ്റ് ചെയ്യണം, ഫാം സെറ്റ് ചെയ്യണം, മീൻകുളം സെറ്റ് ചെയ്യണം, വഴി സെറ്റ് ചെയ്യണം. എല്ലാത്തിനും ഉപരി വഴി, ബോർവെല്ല് 2 സെറ്റ് ചെയ്യണം. ബോർവെല്ലിന് വേണ്ടി ബോർവെൽ അടിക്കാൻ വരുമ്പോൾ വഴി തന്നെ സെറ്റ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷ നിൽക്കുന്നത്. അത്രയും സെറ്റ് ഇതാട്ടോ. അതാണ് നമ്മുടെ ജേർണി. സത്യം പറഞ്ഞാൽ അതാണ് നമ്മുടെ ജേർണി. അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. അതെല്ലാം ഭാവിയിലേക്ക് ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും വരും. ഇവിടെ നിന്ന സമയത്ത് ഞാൻ തേനൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. കൈയൊക്കെ ഇട്ട് തേൻ എടുക്കുമായിരുന്നു. ഞാൻ പഠിച്ചായിരുന്നതൊക്കെ. ഈ പിന്നെ മുറ്റത്തെ ചെടിയൊക്കെ കേട്ടോ. ഇതായിരുന്നു നമ്മുടെ സ്വർഗരാജ്യം. മരം ചോറാൻ മതി പറയടാ. എന്തെങ്കിലും പറ. ഇതാ ഗൈസ് നമ്മുടെ വീട്. ഇത് മിറ്റമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ചെടി വെച്ച് നമ്മൾ മുറ്റത്ത് ചെടി വെച്ചതാ കേട്ടോ. അത് പോയി കഴിഞ്ഞ് വെച്ച് സെറ്റ് ചെയ്താ. എടാ കുരങ്ങ് ഇറങ്ങിയിട്ടുണ്ടല്ലേ, മയില്. എടാ എൻ്റെ മാതാവ്, എന്ന് വന്നാലും ഒരു ദിവസം ഇവിടെ ആളില്ലെങ്കിൽ അന്ന് കുരങ്ങേറി മൂഞ്ചി ചേരൂലടാ. ഗൈസ് നമ്മൾ വ്ലോഗ് എടുക്കാൻ വന്നതാ. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുകയല്ല ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ മാതാവ്, ഇതെന്നെ ഈ കാണിച്ചു വെച്ചേക്കുന്നേ. എൻ്റെ പൊന്നെ, കഷ്ടപ്പെട്ട് പണിത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ കാണിക്കുന്നുണ്ടോ ഗൈസ്? അയ്യോ, 1 2 അല്ല, ഇവിടെ അവിടെ. എൻ്റെ മാതാവേ,
ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് കയറ്റിക്കൊണ്ട് വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചില്ലറയല്ല. നല്ല ചെടി ഒരു വിധത്തിൽ കയറ്റിക്കൊണ്ട് വരുമ്പോഴേ മുകളിലേക്ക് ഒടിച്ചിട്ട് കാണല്ലേ മാതാവേ. കൊപ്പൊക്കെ അടിച്ച് നല്ല തയ്ച്ചുമ്പോൾ കുറേ കയറിയതായിരുന്നു. ഇങ്ങനത്തെ ഒരു പടുതാക്കുളമല്ലോ. ഗൈസ് കുരങ്ങ് ഇവിടെ കടിച്ചുകൊണ്ട് തുടങ്ങുമായിരുന്നു. ഇവിടെ വന്ന് അതുങ്ങളെ ഓടിച്ചു കേട്ടോ. പിന്നെ മേളിലേക്ക് അവിടം വരെ ഉള്ളേ. ഇവിടെ ഒന്നും വലിയ ശല്യം ചെയ്തില്ല. ഫുള്ള് കുരങ്ങന്മാരുടെ പണിയാണ് ഗൈസ്. മൊത്തം കടിച്ചേല മൊത്തം ഇട്ടേക്ക് വന്നൊക്കെ ഈ ശരത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ ചിമ്പിൻ്റെ ഇടയ്ക്കുള്ള ഇളം തണ്ട് തിന്നാൻ വേണ്ടി ഇവന്മാരെ കാണിക്കുന്ന പരിപാടി അതൊക്കെ. ആ ഒരു ഏരിയ മൊത്തത്തിലേ അതിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കുകയില്ല. അത് ആ ചെടിയൊക്കെ കണ്ടോ ഇങ്ങനെ കാണിച്ചു നോക്കി. ചില്ലറയാണോ ഈ പൊന്നളിയാ? പിന്നെ മയിലടാ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കയറ്റി കഴിഞ്ഞിട്ടേ ഇത് കാണുമ്പോഴോ. അത് ഒരു ദിവസം ഇവിടെ ഇന്നലെ വൈകുന്നേരം ഇവിടെ മണ്ണിട്ട് പോയിട്ട് ഇന്നൊരു ഉച്ചയായപ്പോ നമ്മളിവിടെ വന്നേ. ഉച്ചയ്ക്കുള്ളിൽ ഇവന്മാരെ കാണിച്ചാ. കഴിഞ്ഞ ഞായറാഴ്ച എല്ലാം ഞാൻ ഓടി വരുന്നു. ഈ കുരങ്ങനെ ഓടിക്കാൻ അവിടെ ഓടി വരുന്നേ. എല്ലാ ഞായറാഴ്ച എത്തില്ല. കറക്റ്റ് ബനിയനും ഇട്ടേക്കുന്നത്. ഇതൊക്കെ നല്ല തഴച്ച് കേറേണ്ട ചെടിയാ. അതെ അടുത്ത കൊല്ലം കയറിയതായിരുന്നു. മണ്ണിട്ട് അത് മൊത്തം അടുത്ത കൊല്ലം തഴച്ച് കയറേണ്ട ചെടിയായിരുന്നു. നശിപ്പിച്ചിട്ടേക്കുന്നത്. കണ്ടപ്പോ ഇന്ന് ഇവിടെ കഞ്ഞി ഇട്ടാലോ എന്നൊരു പ്ലാനായി. എന്നാലും വന്നതല്ലേ അവനെ കുറച്ച് കഞ്ഞി ഇട്ടേക്കാന്ന് നമ്മളും വിചാരിച്ചു. കഞ്ഞി ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി താഴത്തെ പറമ്പ് നോക്കാൻ ഇറങ്ങും കേട്ടോ. എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് വരാം. ബാ ഗൈസ് നമ്മള് എടാ ഇവിടെയും കടിച്ചിട്ടുണ്ടോ എന്റെ മാതാവേ. മണ്ണ് വിട്ടിട്ടേ എന്റെ പൊന്നളിയാ. എടാ അപരാധം. എന്റെ പൊന്നെ
കഴിഞ്ഞ ദിവസം കൂടെ മണ്ണിട്ട് തീർത്തതേ ഉള്ളൂ. ഇവിടെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് നോക്കണേ. നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന് വന്ന, പക്ഷെ നമ്മൾ കാണുന്നത് ഇതാണ്. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ ചങ്ക് കിട്ടുന്നുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ഇന്നലെ ഇവിടെ കിടന്ന് പട്ടി പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ മണ്ണൊക്കെ ഇട്ട് ഇവിടെ ഇവർ കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ. അവൻ എങ്ങനെ ഇതിനെപ്പറ്റി പറയാതിരിക്കും? കാരണം ഇന്നലെ ഇത്രയും പണിയെടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് റെഡിയാക്കിയിട്ടിട്ട് പോയ പറമ്പില്ല. ഇനി അതിന് കാണുന്നത് ഈ സിനിമ. ആ സൂപ്പർ. പോകുന്നിടത്ത് എല്ലാം ഓടിച്ചിട്ടേക്കാന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് ഓടിച്ചിട്ട് പോകും, ജീവിക്കാൻ സമ്മതിക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ എടാ എൻ്റെ പൊന്നേ, വ്ളോഗ് എടുക്കാൻ വന്ന അവസാനം കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. എടാ അതിൻ്റെ താഴെയൊക്കെ പറിച്ചിട്ടുണ്ടോ. ഇതിൻ്റെ അപ്പുറം കൂടെ ഇറങ്ങി കാണാമെന്ന് എന്നെ കൊണ്ട് വയ്യ, എൻ്റെ പൊന്നെ. പൈസ എന്തായാലും വന്നു, ഇത്രയൊക്കെ ആയി. അതിനെ കുറച്ച് മധുരക്കിഴങ്ങ് ഇവിടെ കയറിയപ്പോഴുണ്ട്, അതൊന്ന് പറിച്ച് വല്ലതും കിട്ടുമെന്ന് നോക്കാം. അക്ഷയ് എന്നാ ഐശ്വര്യമായിട്ടവിടെ തുടങ്ങിയിട്ടുണ്ട്. അരുൺ ബ്രോ കിട്ടൂടാ, എൻ്റെ അവിടെ കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന. ഞാൻ ഇതിന് പൊളിച്ചപ്പോൾ നമ്മളന്ന് പൊളിച്ചപ്പോഴുള്ള 2-3 കിട്ടിയ കളച്ചോ. എന്നാ തുടങ്ങിക്കോ, ഞാൻ വീഡിയോ എടുക്കാം. അതെ, അധികം തൊടണ്ട, ഇതൊക്കെ ഒടിഞ്ഞു വരും. ഐശ്വര്യമായിട്ട് ഒന്ന് കിട്ടി. ഇത്രയും വലുതാണ്, ഭയങ്കര വലുതായി. അതെ അതെ, ഇത് കണ്ടിട്ട് എനിക്ക് വേറെ തോന്നുന്നു. വീഡിയോ എടുക്കുന്നത് ഞാൻ പറയുന്നില്ല. ആറ്റിറ്റ്യൂഡ് ചിങ്കം. മുമ്പിപ്പോ പറഞ്ഞു ഷൂടിനെ കൊന്നേന് മണ്ണിനടി കളിക്കാൻ സാധനം കിട്ടി. ഇങ്ങനെ ബ്രോ കുറച്ചുണ്ടെന്നൊക്കെ. അതെ അതെ, കുറച്ചുണ്ടെന്ന്. മൊത്തം കാണണം. നീ തുമ്പല് കൂടുതലുണ്ടെങ്കിൽ വീട്ടിലേക്കും കുറച്ചുണ്ടോ. ഇത് ആദിവാസി ബ്ലോഗ്. കിട്ടോ. കഞ്ഞിയുടെ കൂടെ തന്നെ ഞങ്ങൾ കിഴങ്ങിട്ട് പുഴുങ്ങാൻ മൊത്തത്തിൽ കേട്ടെ കേട്ടോ. എല്ലാം കൂടെ എന്താ അത്ഭുതങ്ങൾ 7-8 നോക്കി. ഞാൻ ഫസ്റ്റ് പക്ഷെ ഞങ്ങളെ ചെയ്യും 1.5 മുളകളാണ് അതിനകത്ത് കയറിയ. എൻ്റെ പൊന്നെ, ഇതിൽ കൊള്ളാലോ കോമ്പിനേഷൻ. ഇതിൻ്റെ തൊലി ഇങ്ങനെ ഒളിഞ്ഞു വരും. പക്ഷെ തൊലിയോടെ കഴിച്ചാലും തീരൊന്നുമില്ല, നല്ല ടേസ്റ്റാ. നമ്മള് വിശന്നിരിക്കുന്ന കാരണം മാത്രമാണ് നമുക്ക് ഇത്രയും വിശപ്പ്. ഇത് നമ്മൾ തിരിഞ്ഞു പോയി നോക്കത്തില്ല അല്ലേ. എന്നാലും മധുരക്കിഴങ്ങ് ടേസ്റ്റാണ്. സ്നാക്സ് നോക്കടാ, ബർഗറാണേ. ഈ ചോറാന്ന് തോന്നിയത് വളരെ മികച്ചൊരു നീക്കം തന്നെയായിരുന്നു. ഗൈസ്, അപ്പം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കലാശക്കൂട്ട് ലാസ്റ്റ് ഒരു സുലൈമാനി ഒരു ചേസ് അടിച്ച് കടിഞ്ചായ കേട്ടോ, മദ്യമൊന്നല്ലേ.